വോട്ട് പിടിക്കാൻ മതവിദ്വേഷ പ്രസംഗം നടത്തിയ യോഗി ആദിത്യനാഥിനും മായാവതിക്കും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിലക്ക്. നടപടിയെടുക്കാത്തതിന് സുപ്രീം കോടതി രൂക്ഷമായി വിമർശിച്ചതിന് പിന്നാലെയാണ് യോഗിയെ 3 ദിവസത്തേക്കും മായാവതിയെ 2 ദിവസത്തേക്കും വിലക്കിയത്. നേതാക്കളുടെ വിദ്വേഷ പ്രസംഗങ്ങൾ കേട്ട് നിസ്സംഗരായി ഉറങ്ങരുതെന്നായിരുന്നു സുപ്രീം കോടതി തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ആവശ്യപ്പെട്ടത്. വിദ്വേഷ പരാമർശത്തിനാണ് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനെ നാളെ രാവിലെ 6 മണി മുതൽ 72 മണിക്കൂർ നേരത്തേക്ക് വിലക്കിയത്. മുസ്ലിം വോട്ടുകൾ വിഭജിച്ചു പോകാതെ നോക്കണമെന്ന പ്രസംഗത്തിനാണ് മായാവതിക്ക് 48 മണിക്കൂർ നേരത്തേക്ക് വിലക്ക് ഏർപ്പെടുത്തിയത്. വിലക്ക് തീരും വരെ 2 പേർക്കും പ്രചാരണ പരിപാടികളിൽ പങ്കെടുക്കാനാകില്ല. നേതാക്കൾക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് നൽകിയ പൊതു താൽപര്യ ഹർജി ഇന്ന് രാവിലെ പരിഗണിക്കവേ സുപ്രീം കോടതി തെരഞ്ഞെടുപ്പ് കമ്മീഷനെ രൂക്ഷമായി വിമർശിച്ചിരുന്നു. വർഗീയ പ്രസംഗമുണ്ടായാൽ നോട്ടീസ് അയക്കാൻ മാത്രമേ കഴിയൂ എന്നും അയോഗ്യരാക്കാൻ അധികാരമില്ലെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കോടതിയെ അറിയിച്ചിരുന്നു. കമ്മീഷന് അധികാരത്തെക്കുറിച്ച് ബോധ്യമില്ലേ എന്നും എന്ത് നടപടിയെടുത്തുവെന്ന് നാളെ വ്യക്തമാക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു. ഇതിനു പിന്നാലെയാണ് കമ്മീഷന്റെ നടപടികൾ കൊണ്ട് യോഗി തിരുത്തുമെന്ന് തോന്നുന്നില്ലെന്ന് പി.കെ. കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. കമ്മീഷൻ എടുത്ത നടപടിയല്ലേ, അത് അവർക്ക് അത് മാതൃകയാക്കി അവർ മാറുകയാണ് വേണ്ടത്. കാര്യങ്ങൾ കർശനമായ നടപടിയെടുക്കുക തന്നെ വേണം. ആരാണെങ്കിലും നടപടിയെടുക്കണം, ഇതിന് നടപടിയെടുക്കണം. അതാണ് ഞങ്ങളുടെ അഭിപ്രായം. അതേസമയം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ജീവചരിത്ര സിനിമയുടെ കാര്യത്തിൽ ചിത്രം കണ്ട ശേഷം തീരുമാനമെടുക്കാൻ കോടതി തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് നിർദ്ദേശിച്ചിട്ടുണ്ട്. വർഗീയത പടർത്തി വോട്ട് പിടിക്കുന്ന രീതി ഇനിയും അനുവദിക്കാൻ കഴിയില്ലെന്ന വ്യക്തമായ മുന്നറിയിപ്പാണ് ഇപ്പോഴത്തെ നടപടിയിലൂടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകുന്നത്. ക്യാമറാമാൻ ബിനു ബേസിലിനൊപ്പം KP അഭിലാഷ്, ന്യൂസ് 18, ഡൽഹി. കേരളത്തിൽ വന്നിട്ട് ശബരിമലയെക്കുറിച്ച് പരാമർശിക്കാതെ പോകാനാകില്ലെന്ന് കേന്ദ്രമന്ത്രി സുഷമ സ്വരാജ്. അയ്യപ്പന്റെ പേര് പറയാൻ അനുവദിക്കാത്ത എന്ത് തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടമാണ്? ശബരിമലയിലെ മുഴുവൻ പ്രശ്നങ്ങൾക്കും BJPക്ക് വോട്ട് ചെയ്യുന്നതിലൂടെ പരിഹാരമാകുമെന്നും സുഷമ സ്വരാജ് കൊച്ചിയിൽ പറഞ്ഞു. केरला की फिल्म स्टार सुरेश गोपी अभी राज्यसभा के मेंबर हैं, चुनाव लड़ रहे हैं लोकसभा का. उन्होंने केवल पब्लिक मीटिंग में अयप्पा नाम ले दिया, इसके ऊपर उनको क्रिटिसाइज किया जाता है. तब इन्हें अयप्पा के नाम से भी डर लगता है. ये कैसा चुनाव है भाई, जहाँ जो डिवोटी गुरु का अपनी बेटी का नाम भी नहीं ले सकते, वो लॉर्ड अयप्पा भी नहीं कह सकते. कैसा चुनाव है मित्रों? ऐसी सरकारों को उखाड़ने का चुनाव एक मौका देता है, एक अवसर देता है. ശരൺ ചേരുന്നു ഏറ്റവും പുതിയ വിവരങ്ങളുമായി. ശരൺ, തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിലക്കു ലംഘിച്ച് തുടർച്ചയായി BJP നേതാക്കൾ ശബരിമലയെക്കുറിച്ച് സംസാരിക്കുകയാണ്. സുഷമ സ്വരാജ് എന്താണ് പറഞ്ഞു വെച്ചത്? രഞ്ജിത്ത്, കൊച്ചിയിൽ BJP സംഘടിപ്പിച്ച സംവാദ പരിപാടിക്കിടെയാണ് സുഷമ സ്വരാജ് ഇക്കാര്യം വ്യക്തമാക്കിയത്. അതായത് കേരളത്തിൽ വന്നു കഴിഞ്ഞാൽ ശബരിമല വിഷയത്തെക്കുറിച്ച് പരാമർശിക്കാതെ പോകാനാകില്ല. കാരണം BJP ശക്തമായ നിലപാടാണ് ശബരിമല വിഷയത്തിൽ സ്വീകരിച്ചിരിക്കുന്നത്. എന്നാൽ സർക്കാർ വിശ്വാസികളോട് ഏറ്റുമുട്ടുന്ന ഒരു സമീപനത്തിലോട്ടാണ് കാര്യങ്ങൾ പോയത്. ഒപ്പം UDF ആണെന്നുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് കോൺഗ്രസ് ആണെന്നുണ്ടെങ്കിൽ ഒരു നിലപാട് സ്വീകരിക്കാതെ നിലപാടിനായി നെട്ടോട്ടം ഓടുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിച്ചത്. ഇത്തരത്തിൽ കാര്യങ്ങൾ പരാമർശിച്ച ശേഷമാണ് സുഷമ സ്വരാജ് ശബരിമല വിഷയം, അതായത് സ്വന്തം ഒരു വിശ്വാസിക്ക് അയ്യപ്പന്റെ പേര് പറയാനാകാത്ത ഒരു സാഹചര്യം പെരുമാറ്റച്ചട്ടമായി മാറിയിരിക്കുകയാണ്, പെരുമാറ്റച്ചട്ടം ഉണ്ടാക്കിയിരിക്കുകയാണ്. അത്തരത്തിൽ എന്ത് തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടമാണ് സുഷമ സ്വരാജ് ചോദിച്ചിരുന്നത്? അതായത് ഇത്തരത്തിൽ വിശ്വാസിയായ ഒരാൾക്ക് ഇഷ്ടപ്പെടുന്ന ദൈവത്തിന്റെ പേര് പറയാൻ അനുവദിക്കാത്ത എന്ത് പെരുമാറ്റച്ചട്ടമാണിത് എന്നുള്ളത് വ്യക്തമാക്കിക്കൊണ്ടാണ് സുഷമ സ്വരാജ് സംവാദത്തിനിടെ മുന്നോട്ട് പോയത്. ഇതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം എടുത്തു പറഞ്ഞത് അതായത് BJPക്ക് ശബരിമല വിഷയത്തിൽ BJPക്ക് വോട്ട് ചെയ്യുന്നതിലൂടെ ശബരിമലയിലെ മുഴുവൻ പ്രശ്നങ്ങൾക്കും പരിഹാരം കാണാനാകുമെന്നും സുഷമ സ്വരാജ് കൊച്ചിയിൽ പറഞ്ഞിട്ടുണ്ട്. SSലാണ് വിവരങ്ങൾ പങ്കുവച്ചത്. പ്രചാരണത്തിൽ ശബരിമല ഉന്നയിച്ച പ്രധാനമന്ത്രിക്കും BJPക്കും ശക്തമായ മറുപടി പറയാൻ CPM തീരുമാനം. പ്രധാനമന്ത്രിയുടെ തമിഴ്നാട്ടിലെയും കർണാടകത്തിലെയും പ്രസംഗങ്ങൾക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ പൊതുയോഗത്തിൽ തന്നെ മറുപടി പറഞ്ഞു. ശബരിമലയെ കലാപഭൂമിയാക്കാൻ ശ്രമിച്ചത് RSS ആണെന്നും വിശ്വാസികളെ സംരക്ഷിക്കുന്നതാണ് സർക്കാർ നിലപാടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ആദ്യഘട്ടത്തിൽ ശബരിമല ചർച്ചയാക്കേണ്ടെന്നായിരുന്നു CPM തീരുമാനം. പൊതുയോഗങ്ങളിൽ ശബരിമലയുമായി ബന്ധപ്പെട്ട പരാമർശങ്ങൾ പരമാവധി ഒഴിവാക്കണമെന്ന് നേതാക്കൾക്ക് നിർദ്ദേശവും നൽകിയിരുന്നു. നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള BJP നേതാക്കൾ ആവർത്തിച്ച് സർക്കാരിനെ വിമർശിക്കുന്നതോടെയാണ് നിലപാട് മാറ്റം. നമ്മുടെ സംസ്ഥാനത്ത് അയ്യപ്പൻ എന്ന് പറഞ്ഞതിന്റെ പേരിൽ ഒരാളെയും അറസ്റ്റ് ചെയ്തെന്നുള്ളതാണ് വസ്തുത. കോഴിക്കോട്ടെ BJP സ്ഥാനാർത്ഥി പ്രകാശ് ബാബുവിനെ അറസ്റ്റ് ചെയ്യാനിടയായ സാഹചര്യം പിണറായി വിശദീകരിക്കുന്നു. ശബരിമല ഭക്തരെ ആക്രമിച്ചതായിരുന്നു, തേങ്ങ കൊണ്ടടക്കം അടിച്ചതായിരുന്നു. ആരോപണ പ്രത്യാരോപണങ്ങളുമായി CPMഉം BJPയും കളം നിറയുന്നതോടെ ശബരിമല സ്ത്രീ പ്രവേശനം തെരഞ്ഞെടുപ്പിൽ വീണ്ടും സജീവ ചർച്ചയാവുകയാണ്. ന്യൂസ് 18 തിരുവനന്തപുരം.
മുസ്ലിം സമുദായത്തിനെതിരെയുള്ള വിവാദ പരാമർശത്തിൽ വിശദീകരണവുമായി PS ശ്രീധരൻപിള്ള. ഒരു സമുദായത്തെയും അധിക്ഷേപിച്ചിട്ടില്ല. ഇന്ത്യൻ സൈനികർ നടത്തിയ ആക്രമണത്തിൽ സംശയം പ്രകടിപ്പിച്ചപ്പോൾ കൊല്ലപ്പെട്ടവരുടെ എണ്ണം എങ്ങനെ എടുക്കുമെന്നാണ് ചോദിച്ചത്. എന്നാൽ അത് മുസ്ലിം സമുദായത്തെ അധിക്ഷേപിച്ചതായി വരുത്തി തീർത്തു. ചെന്നിത്തലയും മുല്ലപ്പള്ളിയും കോടിയേരിയും മുസ്ലിം വിഭാഗത്തെ അപമാനിക്കരുതെന്നും ശ്രീധരൻപിള്ള ആവശ്യപ്പെട്ടു. ഇന്ത്യൻ ആവശ്യപ്പെടുമ്പോൾ 23 മിനിറ്റ് കൊണ്ട് നടത്തി വിജയകരമായി തിരിച്ചു പോകുമ്പോൾ വീണ്ടും അത് എണ്ണാൻ വേണ്ടി ഇറങ്ങിയാൽ, ദേഹപരിശോധന നടത്തിയാൽ ആരാണ് ഐഡന്റിറ്റി വെക്കണമെങ്കിൽ അത് സാധിക്കുമോ എന്ന് ആ മരിച്ച തീവ്രവാദികളെ ബന്ധപ്പെടുത്തിക്കൊണ്ട് യുക്തിഭദ്രമായ ഒരു കാര്യം പറഞ്ഞതിനെയാണ് അതെല്ലാം മുസ്ലിങ്ങൾക്കെതിരാണെന്ന്. മുസ്ലിങ്ങളെ അപമാനിക്കരുത് എന്നാണ് എനിക്ക് രമേശ് ചെന്നിത്തലയോടും കുഞ്ഞാലിക്കുട്ടിയോടും കോടിയേരി ബാലകൃഷ്ണനോടും അതുപോലെ മുല്ലപ്പള്ളി രാമചന്ദ്രനും പറയാനുള്ളത്. കേസിനെ പേടിച്ചിട്ടല്ല, കേസിൽ സത്യം ജയിക്കും. BJPയെ കടന്നാക്രമിക്കാൻ യെദ്യൂരപ്പ ഡയറിയുടെ ദൃശ്യങ്ങൾ പുറത്തുവിട്ട് കോൺഗ്രസ്. കർണാടക മുഖ്യമന്ത്രിയാകാൻ BJP നേതാക്കൾക്ക് 1800 കോടി രൂപ നൽകിയെന്ന ES യെദ്യൂരപ്പ എഴുതിവെച്ചതായി പറയുന്ന ഡയറിയുടെ ദൃശ്യങ്ങളാണ് പ്രദർശിപ്പിച്ചത്. നേരത്തെ ഇംഗ്ലീഷ് മാസിക പുറത്തുവിട്ടത് ഈ ഡയറിയുടെ ഒരു പേജ് മാത്രമായിരുന്നു. കർണാടകത്തിലെ 14 മണ്ഡലങ്ങളിൽ വ്യാഴാഴ്ച തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെയാണ് കോൺഗ്രസിന്റെ പൂഴിക്കടകൻ. നേരത്തെ ഇംഗ്ലീഷ് മാസിക പുറത്തുവിട്ട ഡയറിയുടെ പൂർണ്ണരൂപമാണെന്ന വിശദീകരണത്തോടെയാണ് ദൃശ്യങ്ങൾ പുറത്തുവിട്ടത്. നേരത്തെ പുറത്തുവിട്ട പകർപ്പുകൾ വ്യാജമാണെന്നാരോപിച്ച BJP ഡയറിയുടെ അസൽ പുറത്തുവിടാൻ വെല്ലുവിളിച്ചിരുന്നു. 2012 എഴുതിയ ഡയറിയിൽ ഉള്ളത് യെദ്യൂരപ്പയുടെ കയ്യക്ഷരമാണെന്നും കോൺഗ്രസ് അവകാശപ്പെടുന്നു. क्योंकि ये तो ओरिजिनल डायरी है और अगर प्रधानमंत्री जी ये कहते हैं कि येदियुरप्पा ने झूठ बोला है, ये सब फर्जी है, तो तुरंत येदियुरप्पा जी को अरेस्ट करना चाहिए. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, അമിത്ഷാ, നിതിൻ ഗഡ്കരി, രാജ്നാഥ് സിംഗ്, അരുൺ ജെയ്റ്റ്ലി, LK അദ്വാനി, മുരളി മനോഹർ ജോഷി തുടങ്ങിയ നേതാക്കളുടെയും ജഡ്ജിമാരുടെയും പേരുകൾ ഡയറിയിലുണ്ട്. എല്ലാവർക്കുമായി പല ഘട്ടങ്ങളിലായി 1800 കോടി രൂപ നൽകിയെന്നാണ് എഴുതിയിരിക്കുന്നത്. 1000 കോടി രൂപ BJP കേന്ദ്ര കമ്മിറ്റിക്ക് തന്നെ നൽകിയതായും എഴുതിയിട്ടുണ്ട്. കോൺഗ്രസ് നേതാവ് DK ശിവകുമാറിന്റെ വീട്ടിൽ നിന്ന് ആദായ നികുതി വകുപ്പ് പിടിച്ചെടുത്തതാണ് ഡയറി. ഇത് തെളിവായി സ്വീകരിച്ച് ലോക്പാൽ സ്വമേധയാ കേസെടുക്കണമെന്നാണ് കോൺഗ്രസിന്റെ ആവശ്യം. ഫോട്ടോസ്റ്റാറ്റിന് പകരം ഒറിജിനൽ പേര് കമ്മ്യൂണിസ്റ്റ് പുറത്തുവിട്ട സാഹചര്യത്തിൽ ഇനി പ്രതികരിക്കേണ്ടത് പ്രധാനമന്ത്രിയാണ്. KP അഭിലാഷ്, ന്യൂസ് 18, ഡൽഹി. റാഫേൽ വിധിയുമായി ബന്ധപ്പെട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരായ പരാമർശങ്ങളിൽ സുപ്രീം കോടതി രാഹുൽ ഗാന്ധിയോട് വിശദീകരണം തേടി. റഫേൽ കേസിൽ പുതിയ രേഖകൾ പരിശോധിക്കുമെന്ന സുപ്രീം കോടതി വിധി രാഹുൽ വളച്ചൊടിച്ചെന്ന പരാതിയുമായി BJPയാണ് കോടതിയെ സമീപിച്ചത്. അടുത്ത ചൊവ്വാഴ്ചയ്ക്ക് മുമ്പ് രാഹുൽ ഗാന്ധി വിശദീകരണം നൽകണം. सुप्रीम कोर्ट कहता है कि नरेंद्र मोदी जी जो देश के चौकीदार बने हैं वो चोर हैं. കാവൽക്കാരൻ കള്ളൻ തന്നെയെന്ന് സുപ്രീം കോടതി കണ്ടെത്തിയെന്നായിരുന്നു രാഹുൽ ഗാന്ധിയുടെ വിവാദ പരാമർശം. BJP MP മീനാക്ഷി ലേഖിയാണ് ഇതിനെതിരെ കോടതിയെ സമീപിച്ചത്. പറയാത്ത കാര്യം രാഹുൽ കോടതിയുടെ പേരിൽ കെട്ടിവെക്കുന്നതായി മീനാക്ഷി ലേഖിക്ക് വേണ്ടി ഹാജരായ അഭിഭാഷകൻ മുകുൾ റോത്തഗി ചൂണ്ടിക്കാട്ടി. പ്രധാനമന്ത്രിക്കെതിരെ സുപ്രീം കോടതി പരാമർശമൊന്നും നടത്തിയിട്ടില്ലെന്ന് ചീഫ് ജസ്റ്റിസ് പറഞ്ഞു. പിന്നെ ഏത് സാഹചര്യത്തിലാണ് പ്രസംഗമെന്ന് രാഹുൽ വിശദീകരിക്കണം. इंडिविजुअल राजनीति के अंदर सुप्रीम कोर्ट की गरिमा को गिराने का काम कोई नहीं कर सकता. सोमवार तक जवाब मांगा है और मंगलवार के लिए सुनवाई रखी है. രാഹുലിന്റേതായി മാധ്യമങ്ങളിൽ വന്ന പ്രസ്താവനയിലെ പരാമർശം കോടതി വിധിയെ ദുർവ്യാഖ്യാനം ചെയ്യലാണെന്ന് സുപ്രീം കോടതി വാക്കാൽ നിരീക്ഷിച്ചു. രാഹുലിനെതിരെ കോടതിയലക്ഷ്യത്തിന് നടപടി വേണമെന്നാണ് BJP ആവശ്യം. KP അഭിലാഷ്, ന്യൂസ് 18, ഡൽഹി. വോട്ടെടുപ്പിന് 7 നാൾ മാത്രം ബാക്കി നിൽക്കെ കേരളത്തിലേക്ക് ദേശീയ നേതാക്കളുടെ ഒഴുക്ക്. 2 ദിവസത്തെ പ്രചാരണത്തിനായി കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി ഇന്ന് കേരളത്തിലെത്തും. കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമൻ ഇന്നും BJP അധ്യക്ഷൻ അമിത്ഷാ നാളെയും കേരളത്തിലുണ്ടാകും. പ്രചരണത്തിനായുള്ള രാഹുൽ ഗാന്ധിയുടെ രണ്ടാം വരവോടെ കേരളത്തിൽ UDF പ്രവർത്തനങ്ങൾ പൂർണ്ണ സജ്ജമാക്കാനാണ് കോൺഗ്രസ് തീരുമാനം. ഇന്ന് അർദ്ധരാത്രിയോടെ രാഹുൽ ഗാന്ധി തിരുവനന്തപുരത്തെത്തും. നാളെ രാവിലെ 10 മണിക്ക് പത്തനാപുരത്തും 11:30 പത്തനംതിട്ടയിലും പൊതുയോഗങ്ങളിൽ പങ്കെടുക്കും. ഉച്ചയ്ക്ക് പാലായിൽ KM മാണിയുടെ വീട് സന്ദർശിച്ച ശേഷം 4 മണിക്ക് ആലപ്പുഴയിലും 6 മണിക്ക് തിരുവനന്തപുരത്തും പൊതുസമ്മേളനങ്ങളിൽ സംസാരിക്കും. രാത്രി തന്നെ കണ്ണൂരിന് തിരിക്കുന്ന രാഹുൽ ഗാന്ധി ബുധനാഴ്ച പൂർണ്ണമായും വയനാട് മണ്ഡലത്തിൽ ഉണ്ടാകും. രാഹുൽ ഗാന്ധിക്ക് പിന്നാലെ 20, 21 തീയതികളിൽ പ്രിയങ്ക ഗാന്ധിയും പ്രചരണത്തിനായി വയനാട്ടിലെത്തും. മുൻ ക്രിക്കറ്റ് താരവും മന്ത്രിയുമായ നവജോത് സിംഗ് സിദ്ധു വെള്ളിയാഴ്ചയെത്തും. ഗുലാം നബി ആസാദ്, സച്ചിൻ പൈലറ്റ്, ജ്യോതിരാദിത്യ സിന്ധ്യ, ഖുശ്ബു എന്നിവരും രാഹുലിനായി പ്രചരണത്തിനിറങ്ങും. BJPയും ദേശീയ നേതാക്കളുടെ നിരയെ തന്നെയാണ് സംസ്ഥാനത്തെത്തിക്കുന്നത്.
കേന്ദ്രമന്ത്രി നിർമ്മലാ സീതാരാമൻ ഇന്ന് തിരുവനന്തപുരത്തെ തീരപ്രദേശങ്ങളിൽ റോഡ് ഷോ നടത്തും. BJP അധ്യക്ഷൻ അമിത്ഷാ ചൊവ്വാഴ്ച വൈകിട്ട് 4:30 തൃശൂരിലും 6:30 ആലുവയിലും തെരഞ്ഞെടുപ്പ് യോഗങ്ങളിൽ പ്രസംഗിക്കും. കേന്ദ്രമന്ത്രിമാരായ സ്മൃതി ഇറാനിയും രവിശങ്കർ പ്രസാദും സംസ്ഥാനത്തെത്തും. ഇടതുപക്ഷ സ്ഥാനാർത്ഥികളുടെ പ്രചരണത്തിനായി CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി, വൃന്ദ കാരാട്ട്, S. രാമചന്ദ്രൻ പിള്ള എന്നിവർ വിവിധ മണ്ഡലങ്ങളിൽ സജീവമാകും. ന്യൂസ് ഡെസ്ക് ന്യൂസ് 18. തുലാഭാരത്തിനിടെ ത്രാസ് അടർന്നു വീണ് തിരുവനന്തപുരത്തെ UDF സ്ഥാനാർത്ഥി ശശി തരൂരിന് പരിക്ക്. തലയ്ക്ക് പരിക്കേറ്റ ശശി തരൂരിനെ ജനറൽ ആശുപത്രിയിലെ പ്രാഥമിക പരിശോധനകൾക്ക് ശേഷം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. തരൂരിന്റെ ഇന്നത്തെ പ്രചാരണ പരിപാടികൾ പൂർണ്ണമായും ഒഴിവാക്കി. ഗാന്ധാരി അമ്മൻ ക്ഷേത്രത്തിൽ തുലാഭാരം നടത്തുന്നതിനിടെയാണ് അപകടം. തുലാഭാരത്തിന് ശേഷം എഴുന്നേൽക്കാൻ ശ്രമിക്കുന്നതിനിടെ ത്രാസ് അടർന്നു വീഴുകയായിരുന്നു. തലയിൽ മുറിവേറ്റ് രക്തം വാർന്നൊലിച്ച തരൂരിനെ പ്രവർത്തകർ ചേർന്ന് ജനറൽ ആശുപത്രിയിലാക്കി. സ്കാനിങ്ങിന് ശേഷം ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് ഡോക്ടർമാർ അറിയിച്ചു. കാര്യമായിട്ടുള്ള പരിക്കൊന്നും ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു ദിവസം റെസ്റ്റ് എടുത്തിട്ട് നാളെ മുതൽ പ്രചരണ പരിപാടിക്ക് പോകാമെന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. തരൂരിന്റെ ഇന്നത്തെ പ്രചരണ പരിപാടികൾ പൂർണ്ണമായും റദ്ദാക്കി. ഒരു ദിവസത്തെ വിശ്രമത്തിന് ശേഷം നാളെ മുതൽ പ്രചരണ രംഗത്ത് വീണ്ടും സജീവമാകും. ന്യൂസ് 18 തിരുവനന്തപുരം. ലോകകപ്പ് ക്രിക്കറ്റിലുള്ള ഇന്ത്യൻ ടീമിനെ പ്രഖ്യാപിച്ചു. അമ്പാട്ടി റായിഡുവിനെയും ഋഷഭ് പന്തിനെയും ഒഴിവാക്കിയ സെലക്ടർമാർ റിസർവ് വിക്കറ്റ് കീപ്പറായി ദിനേശ് കാർത്തികിനെ തെരഞ്ഞെടുത്തു. 4 നമ്പറിലേക്ക് വിജയ് ശങ്കറും റിസർവ് ഓപ്പണറായി KL രാഹുലും ഇടം പിടിച്ചു. രവീന്ദ്ര ജഡേജയാണ് ടീമിലെ 3ാം സ്പിന്നർ. വിരാട് കോഹ്ലി ക്യാപ്റ്റൻ, രോഹിത് ശർമ്മ വൈസ് ക്യാപ്റ്റൻ, ശിഖർ ധവൻ, KL രാഹുൽ, विजय शंकर, MS धोनी विकेट कीपर, केदार जाधव, दिनेश कार्तिक, Y चहल, कुलदीप यादव, भुवनेश्वर कुमार, जसप्रीत बुमराह, हार्दिक पांड्या, R ജാദേജ, മുഹമ്മദ് ഷമി. ഏതാണ്ട് പ്രതീക്ഷിച്ച ടീമിനെ തന്നെയാണ് MSK പ്രസാദിന്റെ നേതൃത്വത്തിലുള്ള സെലക്ടർമാർ ലോക കിരീടം തിരിച്ചുപിടിക്കാൻ കണ്ടെത്തിയിരിക്കുന്നത്. വിരാട് കോഹ്ലി നായകനായ സംഘത്തിൽ രോഹിത് ശർമ്മയും ശിഖർ ധവാനും ഓപ്പണർമാരാകും. റിസർവ് ഓപ്പണറായി KL രാഹുലും ഇടം പിടിച്ചു. ഏറെ ആകാംക്ഷകൾക്കൊടുവിൽ 4ാം നമ്പർ സ്ഥാനം വിജയ് ശങ്കറെ ഏൽപ്പിച്ചപ്പോൾ അമ്പാട്ടി റായിഡു ടീമിന് പുറത്ത്. കേദാർ ജാദവ്, MS ധോണി, ഹാർദിക് പാണ്ഡ്യ എന്നിവർ മധ്യനിരയിൽ. റിസർവ് വിക്കറ്റ് കീപ്പറായി ദിനേശ് കാർത്തിക്കാണ് ഇംഗ്ലണ്ടിലേക്ക് പറക്കുക. ഋഷഭ് പന്തിനേക്കാൾ മികച്ച കീപ്പറാണ് എന്നത് കാർത്തിക്കിന് തുണയായി. ജസ്പ്രീത് ബുംറ, മുഹമ്മദ് ഷമി, ഭുവനേശ്വർ കുമാർ എന്നിവരാണ് പേസ് നിരയിൽ. ഹാർദിക് പാണ്ഡ്യ, വിജയ് ശങ്കർ എന്നീ ഫാസ്റ്റ് ബൌളിംഗ് ഓൾറൗണ്ടർമാരുള്ള സാഹചര്യത്തിൽ 4ാമതൊരു സ്പെഷ്യലിസ്റ്റ് പേസർ വേണ്ടെന്ന് വെച്ചു. സ്പിൻ കരുത്തായി കുൽദീപ് യാദവും യുസ്വേന്ദ്ര ചഹലും. ഏകദിന ടീമിലേക്കുള്ള മടങ്ങിവരവിൽ മികച്ച പ്രകടനം നടത്തിയ രവീന്ദ്ര ജഡേജയാണ് 3ാം സ്പിന്നർ. നെറ്റ്സിൽ പന്തെറിയാനായി 4 പേസർമാരെ ഇംഗ്ലണ്ടിലേക്ക് അയക്കും. മെയ് 23 വരെ ടീമിൽ മാറ്റം വരുത്താമെങ്കിലും ആർക്കെങ്കിലും പരിക്കേറ്റാലല്ലാതെ ഒരു മാറ്റവും ഉണ്ടാകില്ലെന്ന് MSK പ്രസാദ് പറഞ്ഞു. മെയ് 30 തുടങ്ങുന്ന ലോകകപ്പിൽ ജൂൺ 5 ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെയാണ് ഇന്ത്യയുടെ ആദ്യ മത്സരം. സ്പോർട്സ് ഡെസ്ക് ന്യൂസ് 18. ഋഷഭ് പന്തിനെയും അമ്പാട്ടി റായിഡുവിനെയും ഒഴിവാക്കിയതാണ് ലോകകപ്പ് ടീം തെരഞ്ഞെടുപ്പിൽ അല്പമെങ്കിലും അപ്രതീക്ഷിതമായത്. ടീം തെരഞ്ഞെടുപ്പിനെ കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് കൃത്യമായ മറുപടി തന്നെ സെലക്ഷൻ കമ്മിറ്റി ചെയർമാൻ വാർത്താസമ്മേളനത്തിൽ നൽകി. ഋഷഭ് പന്തോ ദിനേശ് കാർത്തിക്കോ? ഏറെ നാളായി ഉയർന്ന ചോദ്യത്തിന് സെലക്ടർമാരുടെ മറുപടി ദിനേശ് കാർത്തിക്. Either Rishabh Pant or DK will only come into the playing 11 if Mahi is injured. So at that juncture, if it is a crucial match like a quarterfinals, like a semi-finals or an important game, wicket keeping also matters. So that's the only reason why we went ahead with Dinesh Karthik. പന്തിനേക്കാൾ നല്ല കീപ്പർ എന്നതിനൊപ്പം സമ്മർദ്ദ ഘട്ടങ്ങളിലെ ബാറ്റിംഗ് മികവും ദിനേശ് കാർത്തിക്കിന് തുണയായി. എന്നാൽ ടെസ്റ്റിൽ ഇന്ത്യയുടെ കീപ്പർ കാർത്തിക് അല്ല, ഋഷഭ് പന്താണ് എന്നതും ശ്രദ്ധേയം. അമ്പാട്ടി റായിഡു അവസരം മുതലാക്കാത്തതും ബൌളിംഗിലും ഉപയോഗപ്പെടുത്താം എന്നതുമാണ് 4ാം നമ്പർ സ്പോട്ടിലേക്ക് വിജയ് ശങ്കറെ തെരഞ്ഞെടുക്കാൻ കാരണം. It's only the thing that went in favor of Vijay Shankar. So because he adds a bit more dimensions to that role, and with his fielding and bowling abilities, that's where he scored ahead of him. റിസർവ് ഓപ്പണറായി ടീമിലെത്തിയ KL രാഹുൽ, കാർത്തിക് അടക്കമുള്ളവരെയും ടൂർണമെന്റ് പുരോഗമിക്കുമ്പോൾ 4ാം നമ്പറിൽ ഉപയോഗിച്ചേക്കും. ഇംഗ്ലണ്ടിലെ വേനൽ കണക്കിലെടുത്താണ് റിസർവ് സ്പിന്നറായി രവീന്ദ്ര ജഡേജയെ ഉൾപ്പെടുത്തിയത്. ഇടംകയ്യൻ പേസർ, മധ്യനിരയിൽ ഇടംകയ്യൻ ബാറ്റ്സ്മാൻ എന്നിവരുടെ അഭാവം ടീമിനെ ബാധിച്ചേക്കുമെന്ന് വിമർശനമുണ്ടെങ്കിലും പൊതുവെ സന്തുലിതമായ ടീമിനെയാണ് തെരഞ്ഞെടുത്തിരിക്കുന്നത്. സ്പോർട്സ് ഡെസ്ക് ന്യൂസ് 18.
ഈ വർഷം കേരളത്തിൽ കനത്ത മഴ ലഭിക്കുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കനത്ത മഴ പ്രളയത്തിനു കാരണമാകുമോ എന്ന് ഇപ്പോൾ പറയാനാകില്ല. ചൂട് മെയ് പകുതി വരെ ഉയർന്നു നിൽക്കുമെന്നും കേന്ദ്ര ഭൗമ മന്ത്രാലയ സെക്രട്ടറി എം രാജീവൻ അറിയിച്ചു. മഹാപ്രളയത്തിനും കൊടും ചൂടിനും ശേഷം കാലാവസ്ഥ താളം തെറ്റുമോ എന്ന ചോദ്യത്തിനുള്ള ഉത്തരമാണ് ഇന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകിയത്. പസഫിക് സമുദ്രത്തിനു മുകളിൽ ഇപ്പോൾ എൽനിനോ പ്രതിഭാസം രൂപപ്പെട്ടിട്ടുണ്ട്. ഇതിനാൽ കാലവർഷം അല്പം വൈകിയേക്കും. ജൂൺ മാസത്തോടെ കാലവർഷത്തിനുള്ള സാഹചര്യം രൂപപ്പെടും. ഇതോടെ കേരളത്തിൽ ഉൾപ്പെടെ കനത്ത മഴ ലഭിക്കുമെന്ന് കേന്ദ്ര ഭൗമ മന്ത്രാലയ സെക്രട്ടറി എം രാജീവൻ പറഞ്ഞു. മിക്കയിടത്തും നല്ല കാലാവസ്ഥ, നല്ല മഴയും അതിന് തക്കതായിട്ടുള്ള ഫലങ്ങളും ഉണ്ടാവാൻ സാധ്യതയുണ്ട്. എന്നാൽ കഴിഞ്ഞ വർഷത്തെ പോലെ പ്രളയ സാഹചര്യം ഉണ്ടാകുമോ എന്ന് ഇപ്പോൾ പറയാൻ കഴിയില്ല. അത് പ്രളയ സാഹചര്യം കഴിഞ്ഞ വർഷമുണ്ട്, ഈ വർഷം ഉണ്ടാവാൻ സാധ്യതയുണ്ട്, ഡെഫിനറ്റ്ലി ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പക്ഷെ അതുപോലൊരു കേരള കഴിഞ്ഞ വർഷത്തെ ഫ്ലഡ് പോലെ വരാൻ സാധ്യതയുണ്ടെന്ന് പറയാനൊക്കില്ല. കേരളത്തിലെ ഉയർന്ന താപനില മെയ് പകുതിയോടെ കുറയുമെന്നും എം രാജീവൻ അറിയിച്ചു. ന്യൂസ് 18 ഡൽഹി. നല്ല കാഴ്ചകളിലേക്ക് കൺതുറന്ന് ലോകമെങ്ങുമുള്ള മലയാളികൾ വിഷു ആഘോഷിച്ചു. കണി കാണാൻ ശബരിമലയും ഗുരുവായൂരും അടക്കമുള്ള ക്ഷേത്രങ്ങളിൽ വൻ ഭക്തജനത്തിരക്കാണ് അനുഭവപ്പെട്ടത്. മേടവിഷു പുലരിയിൽ മുൻവർഷങ്ങളിലേക്കാൾ തിരക്കായിരുന്നു ഗുരുവായൂരിൽ. പുലർച്ചെ 2:24 മുതൽ 3:24 വരെയുള്ള 1 മണിക്കൂറായിരുന്നു വിഷുക്കണി ദർശനം. മേൽശാന്തി പൊട്ടക്കുഴി കൃഷ്ണൻ നമ്പൂതിരിയുടെ നേതൃത്വത്തിലായിരുന്നു വിഷുദിനത്തിലെ പൂജകൾ. ശബരിമലയിൽ പുലർച്ചെ 4 മുതൽ 7 വരെയായിരുന്നു വിഷുക്കണി. തന്ത്രിയും മേൽശാന്തിയും ഭക്തർക്ക് വിഷുക്കൈനീട്ടം നൽകി. രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ്, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി, ഗവർണർ ജസ്റ്റിസ് പി സദാശിവം, മുഖ്യമന്ത്രി പിണറായി വിജയൻ തുടങ്ങിയവർ ലോകമെമ്പാടുമുള്ള മലയാളികൾക്ക് വിഷു ആശംസകൾ നേർന്നു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. മലയാളികൾക്കൊപ്പം വിഷു ആഘോഷിച്ച് തമിഴ് സിനിമാ താരം വിജയ് സേതുപതി. മാർക്കോണി മത്തായി എന്ന തന്റെ ആദ്യ മലയാള ചിത്രത്തിന്റെ ഷൂട്ടിംഗ് തിരക്കുകൾക്കിടയിലായിരുന്നു വിജയ് സേതുപതി വിഷു ആഘോഷങ്ങളിൽ പങ്കുചേർന്നത്. കഴിഞ്ഞ ദിവസമാണ് മാർക്കോണി മത്തായിയുടെ സെറ്റിൽ വിജയ് സേതുപതി എത്തിയത്. ഷൂട്ടിംഗ് തിരക്കിനിടയിൽ ആഘോഷ ദിവസം എത്തിയപ്പോൾ അത് ആഘോഷിക്കാൻ തന്നെ മക്കൾ സെൽവം തീരുമാനിച്ചു. സംവിധായകൻ സനിൽ കളത്തിലും നിർമ്മാതാവും ഒപ്പം നിന്നതോടെ വിഷു കെങ്കേമമായി. സഹപ്രവർത്തകരോടൊപ്പം വിഭവസമൃദ്ധമായ സദ്യയുമുണ്ട്. എല്ലാ മലയാളികൾക്കും വിഷു ആശംസകളും നേർന്നു വിജയ് സേതുപതി. എല്ലാവർക്കും ഹാപ്പി വിഷു. സത്യം സിനിമാ ബാനറിൽ നിർമ്മിക്കുന്ന മാർക്കോണി മത്തായിയിൽ ജയറാമും ഒരു പ്രധാന വേഷം അവതരിപ്പിക്കുന്നു. ന്യൂസ് 18 കൊച്ചി.